ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. കാലാവസ്ഥാ വ്യതിയാനം വയനാടിനെയും ബാധിച്ചു തുടങ്ങിയെന്ന് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ പറഞ്ഞു. ശോഭീന്ദ്രവര പരിപാടി ലക്കിടി ഓറിയൻസ് സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവിനെ പകരം പ്രകൃതിയെ കാക്കാമെന്ന മുദ്രാവാക്യവുമായി രൂപം കൊണ്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ ശോഭീന്ദ്രവര പരിപാടി ലക്കിടി ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആദരണീയനായ ശോഭീന്ദ്രൻ മാഷ് വളരെയധികം വേദനയോടുകൂടിയാണ്, വിഷമത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നിലേക്ക് തികട്ടി വരുന്നത്. വാസ്തവത്തിൽ മരം നടുക എന്നുള്ളത് ഒരുതരം ഒരു ആവേശമായി, മരം നടുക എന്നുള്ളൊരു ആവേശം മാത്രമല്ല, അതൊരു രാഷ്ട്രീയമായി മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ പല പ്രവർത്തനങ്ങളുടെയും നമ്മുടെ രാഷ്ട്രീയം അവതരിപ്പിക്കാൻ പറ്റും. വസ്ത്രധാരണം മുതൽ, സഞ്ചാരം മുതൽ, ഭക്ഷണം മുതൽ എല്ലാറ്റിലും. ശോഭീന്ദ്രൻ മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ച് മരം നടൽ പരിസ്ഥിതി രാഷ്ട്രീയമുണ്ട്. അതിനപ്പുറം മരം നടൽ ഒരു രാഷ്ട്രീയമായി ഏറ്റെടുത്ത ഒരു വലിയ മനുഷ്യനായിരുന്നു. ശോഭീന്ദ്രവാരത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ പരിപാടികളിലൊന്നാണ് ശോഭീന്ദ്രവര. വർഷങ്ങളോളം പ്രൊഫസർ ശോഭീന്ദ്രൻ നേതൃത്വം കൊടുത്ത മഴയാത്ര ആരംഭിക്കുന്ന കേന്ദ്രമായ ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഇതിന്റെ വേദിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ചടങ്ങിൽ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യരായ, അദ്ദേഹം കൈപിടിച്ച് പരിസ്ഥിതി വഴികളിൽ നടത്തിയ ഞങ്ങളെ പോലെയുള്ള കുറച്ചു പേർ ചേർന്ന് പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടന രൂപീകരിച്ച് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് അതിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ജൂൺ 4 മുതൽ ജൂൺ 11 വരെയുള്ള 8 ദിവസക്കാലം ഞങ്ങളൊരു ശോഭീന്ദ്ര വാരം, ആദ്യം 7 ദിവസമായിരുന്നു എന്ന് കരുതിയത്, പിന്നീട് ഒരു ദിവസം കൂടി അങ്ങനെ ശോഭീന്ദ്ര വാരം എന്ന രീതിയിൽ ആചരിക്കുകയാണ്. 4-ന് ഞങ്ങൾ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ, ഈ വയനാട് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, ബാംഗ്ലൂരിൽ, ഇംഗ്ലണ്ടിൽ, അതേപോലെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ, അയർലൻഡിൽ ഒക്കെ തന്നെ ശോഭീന്ദ്ര വൃക്ഷം. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷ പരിസ്ഥിതി പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽമാരായ ബിനു ജോർജ്, സുബേദ നൌഷാദ്, ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് സുമാ പള്ളിപ്പുറം, ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ സി ജയരാജൻ, ജോസ്ന അനിൽ, ഡോക്ടർ MP വാസു തുടങ്ങിയവർ സംസാരിച്ചു. 20ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും പ്രകൃതി ദൃശ്യങ്ങൾ ക്യാൻവാസിൽ പകർത്തി.